നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയ്ക്കകത്ത് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി വീണ ജോർജുമൊക്കെ ആവേശത്തോടുകൂടി ചോദ്യങ്ങളുമായി എത്തിയിരുന്നു. അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഓർമ്മയില്ലാത്തൊരു വ്യക്തി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടൊരൊറ്റ കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ പിന്നെ രണ്ടാം പക്കം മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന് മകൻ വന്ന് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അതേ ആരോഗ്യമന്ത്രിയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി സഭയിലെത്തുന്നത്. സ്വർണം കട്ടവരെല്ലാവരും തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് സാർ, കണ്ടെത്തണം സാർ, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് നട്ടലുണ്ടോ സാർ എന്നൊക്കെയുള്ള ചോദ്യവുമായി വീണ ജോർജ് അങ്ങനെ കത്തിക്കയറുകയാണ്. ഈ പത്തിക്കടിച്ചിരുത്തുന്നത് പോലെ തന്നെ സതീശനെ അടിച്ചവിടെ ഇരുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമസഭയ്ക്കകത്ത് സ്വർണ്ണക്കൊള്ള കേസ് ഉൾട്ടയാക്കി ട്വിസ്റ്റാക്കി ഇനി എത്ര സോണിയാഗാന്ധിയെ വലിച്ചിട്ടാലും ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളുടെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാസുവിന്റെ പത്മകുമാറിന്റെ അതുപോലെ തന്നെ മറ്റ് ഉള്ള ആളുകളുടെ എല്ലാവരുടെയും നീക്കങ്ങളും പ്രവർത്തികളും പോറ്റി മുരാരി ബാബു തുടങ്ങിയവരുടെ എല്ലാവരുടെ നീക്കങ്ങളും ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും എടുത്തത് എന്നും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിയമസഭയിൽ കിടന്ന ഏത് വിധത്തിൽ ഈ ഒരു കാര്യങ്ങൾ മറിച്ച് ഉരുട്ടി വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയാലും തരമില്ല. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും എതിരെ എങ്ങനെയാണ് തിരിയേണ്ടത് എന്ന് വ്യക്തമായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് സഭയിൽ വളരെ വ്യക്തമായി സംസാരിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ട ഈ ഒരു സമയത്ത് സ്വർണ്ണക്കൊള്ള ഉൾട്ടയടിപ്പിക്കാൻ നോക്കണ്ട മന്ത്രി വീണ ജോർജ് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും സഭയ്ക്കകത്ത് മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ചോദ്യവും മറുപടിയും ഒക്കെ ഒന്ന് കേൾക്കാം. എന്തുദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സാർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സാർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ 5 കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം 2024, അതായത് 2019 ഒരു കൊള്ള നടന്നു. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന 475 ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. അപ്പോൾ 2019 നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും 2024 വീണ്ടും അത് കൊടുത്തു. അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കത്തുണ്ടായിരുന്നു, അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട്. 27ാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി. എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി. 2025 വീണ്ടും, 2024 ചെയ്യാൻ പറ്റിയില്ല, 2025 ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു. നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യമൊരുക്കിയെന്നാണ്. എന്തിനാണ്? when steps were once again initiated to fabricate a false sense of emergency, ഒരു കൃത്രിമ
എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024 25 ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? എന്ത് ചർച്ച നടത്താനാണ്? എന്ത് മറുപടിയുള്ളത്? എന്താണ് ഇന്ന് മന്ത്രി MP രാജേഷും വി ശിവൻകുട്ടി പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞത് തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് 2 മന്ത്രിമാര് സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ്. സ്വർണ്ണക്കേസ് കൊള്ള നടത്തിയ 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. 3 പേര്, അറിയപ്പെടുന്ന 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായി ഒരു നടപടി എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ്. ഈ 3 പേർക്കെതിരായി, ജയിലിൽ കിടക്കുന്ന 3 പേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ്. ആ ഭയം കൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്. സ്വർണ്ണക്കൊള്ള CPM നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ 24 25 നടത്തിയ ശ്രമമാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ചർച്ച എന്നുള്ള ആവശ്യം, ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ്. നിയമസഭയിലും ചർച്ച ചെയ്താണ്, പുറത്തും ചർച്ച ചെയ്താണ്. അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്തു. സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ? ആ സ്പീക്കർ അവിടെ ഇരുന്ന് പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമാണെന്ന്. അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അവിടുത്തെ പഴയ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്കുക, ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുക. സ്പീക്കർ തെറ്റു പറയാൻ പാടില്ലല്ലോ. കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തെറ്റാണ് പറഞ്ഞത്. തെറ്റാണ്, ചരിത്രത്തിൽ ആദ്യമാണെന്ന് പറഞ്ഞത്. ഈ നിയമസഭ തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ? ഇന്ന് അവിടെ ഇരുന്ന് ഉറക്കം സംസാരിക്കണ്ടായല്ലോ മന്ത്രി വി ശിവൻകുട്ടി. ഇയാൾ മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മീതെ കയറി ഇതെല്ലാം തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലിപ്പൊളിച്ചത്? ഞങ്ങളൊരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ. ഈ 5 കൊല്ലം ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ ഇതിൽ പോലും കയറിയിട്ടില്ല. ഇന്നിപ്പോ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത്. അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത്. അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. മനസ്സിലായ? പിന്നെ അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത്. അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത്. മുദ്രാവാക്യം അവിടെ വന്ന് വെല്ലിൻ്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത്.